ശബരിമല സീസണിന് മുന്നോടിയായി പുതിയ ബസ് വാങ്ങാൻ പണമില്ലാത്തതിനാൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ ഒരുങ്ങുകയാണ് KSRTC. 600 ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ KSRTC ടെൻഡർ ക്ഷണിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് പുതിയ ബസ്സുകൾ വാങ്ങേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ ശബരിമല സീസണിന് മുന്നോടിയായി പുതിയ ബസ്സുകൾ വാങ്ങും എന്നൊക്കെയുള്ള പ്രചരണം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വാടകയ്ക്കെടുത്ത് ഓടിക്കേണ്ട ഗതികേടിലേക്ക് KSRTC എത്തുന്നു എന്ന് പറയുമ്പോൾ അത് മുൻപ് ഇല്ലാത്ത രീതിയിൽ, അതായത് KSRTC വർഷങ്ങളായി തന്നെ കടത്തിലാണ് എന്ന വസ്തുത നമുക്കറിയാം. പക്ഷേ ഈ രീതിയിലേക്ക് കൂപ്പുകുത്തുകയാണോ KSRTC? ഈ ഗൗതം, ഈ ശബരിമല സീസണെ സംബന്ധിച്ചോളം KSRTCക്ക് ഏറ്റവും വലിയ വരുമാന വർധന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റെക്കോർഡ് കളക്ഷനാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശബരിമല സീസണിന് മുന്നോടിയായി കൃത്യമായി തന്നെ ഏറ്റവും പുതിയ ബസ്സുകൾ വാങ്ങി അവിടെ സർവീസ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദീർഘകാലമായി KSRTC എത്തിയിരുന്നത്. പക്ഷേ ഇക്കുറി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അതിൽ അവർ എടുത്തു പറയുന്നത് പ്രിയദർശിനി പദ്ധതി അടക്കം വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രയാസം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോയാൽ വീണ്ടും KSRTCയിലേക്ക് വലിയ ബാധ്യതകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് നിലവിൽ 600 ബസ്സുകൾ വാടകയ്ക്ക് എടുത്ത് ഓടിച്ച് താൽക്കാലിക പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനുള്ള ടെൻഡർ നടപടികളൊക്കെ തന്നെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഈ 600 ബസ്സുകളും വാടകയ്ക്ക് എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. നമ്മൾ ഇന്നലെ വാർത്ത ബ്രേക്ക് ചെയ്ത പോലെ തന്നെ 63 ആഡംബര ബസ്സുകൾ കൂടി ഇതിന് കൂടെ എടുക്കുന്നുണ്ട്. അത് ക്രിസ്മസ്, അതോടൊപ്പം തന്നെ ഓണം സീസണുകളെ കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിലവിൽ ഈ വാടക ബസ്സുകൾ കൊണ്ട് മാത്രം ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് KSRTC വരും. കാരണം കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് KSRTCയിൽ ഭൂരിഭാഗം ഉള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ബസ്സുകൾ എടുക്കാൻ പണമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഗൗതം. ഓക്കെ.